സോ പ്ലാനിങ്ങിൻ്റെ പ്രോസസ്സാണ് അടുത്തായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സ്റ്റെപ്സ് ഇൻ പ്ലാനിങ്. പ്ലാനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്ലാനിങ് ഈസ് ഡിസൈഡിങ് ഇൻ അഡ്വാൻസ്. എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമ്മൾ നേരത്തെ തീരുമാനിക്കുന്നു. അപ്പോൾ അതിനകത്ത് ഒരുപാട് തരത്തിലുള്ള സ്റ്റെപ്സുകൾ ഇൻവോൾവ് ആയിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ സ്റ്റെപ്സാണ് നമ്മൾ നോക്കാൻ പോകുന്നത്, സെറ്റിംഗ് ഒബ്ജക്റ്റീവ്സ്. ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഗോള് ഫിക്സ് ചെയ്യുക. ഏത് തരത്തിലുള്ള ഗോൾസ് ആണ് ഒരു മാനേജ്മെന്റിന് ആവശ്യം, അത് കറക്റ്റായിട്ട് കണ്ടെത്തി അതിലേക്ക് പ്രോപ്പറായിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്തെടുക്കുക. അതുമാത്രമല്ല, അങ്ങനെ സെറ്റ് ചെയ്യുന്ന ഒബ്ജക്റ്റീവ്സിനെ കുറിച്ച് നമ്മൾ ഒരുപാട് ഫോക്കസ്ഡ് ആയിട്ട് ചിന്തിച്ചിരിക്കണം. ഒന്നാമത്തെ കാര്യം, അത് വളരെ സ്പെസിഫിക് ആയിരിക്കണം, ക്ലിയർ ആയിരിക്കണം. ക്ലിയർ ആയിട്ടുള്ളത് മാത്രമേ നമ്മൾ ഒബ്ജക്റ്റീവായിട്ട് ചൂസ് ചെയ്യാവുള്ളൂ. ഒബ്ജക്റ്റീവ് ഷുഡ് ബി ഫോർ ദ ഓർഗനൈസേഷൻ as a whole, and then it must be broken down into departmental and sectional objectives. അതായത് ഒരു ഒബ്ജക്റ്റീവ്സ് ഫിക്സ് ചെയ്യുന്നത് കറക്റ്റ് ആയിരിക്കണം. ആ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കണം എന്നാണ് പറയുന്നത്? വളരെ ഓർഗനൈസേഷന് ഓൾ പാർട്ടിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് ആയിരിക്കണം. ആ ലോങ് ടേം ഒബ്ജക്റ്റീവ്സ് പിന്നീട് ബ്രോക്കൺ ആയി ഡിപ്പാർട്ട്മെന്റ് ലെവലിലും സെക്ഷണൽ ലെവലിലും തൊട്ട് താഴേക്ക് പോകുമ്പോൾ ആയി മാറും. സോ പ്ലാനിങ്ങിന്റെ പ്രോസസ്സിലെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സെറ്റിംഗ് ഒബ്ജക്റ്റീവ്സ്. രണ്ടാമത്തെ പോയിന്റ് ആണ് ഡെവലപ്പിംഗ് പ്ലാനിംഗ് പ്രെമിസസ്. പ്ലാനിങ് ഫോർകാസ്റ്റിംഗ് ആണെന്നും ഫ്യൂച്ചറിസ്റ്റിക് ആണെന്നും നമ്മൾ പഠിച്ചു. അതുകൊണ്ട് തന്നെ അത് അൺസർട്ടൺ ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ പല അസംഷൻസ് വെച്ചിട്ട് വേണം ഫ്യൂച്ചർ എൻവയോൺമെന്റ് മെഷർ ചെയ്യാനായിട്ട്. ഇത്തരത്തിലുള്ള അസംഷൻസിനെയാണ് നമ്മൾ പ്ലാനിംഗ് പ്രെമിസസ് എന്ന് പറയുന്നത്. അസംഷൻസ് ആണ്. അതായത് പലതരത്തിലുള്ള ഫ്യൂച്ചർ ഡിമാൻഡുകൾ എന്തൊക്കെയാകാം, ഫ്യൂച്ചറിൽ ഏതൊക്കെ കോമ്പറ്റീഷൻസ് നമുക്ക് ഉണ്ടാവാം, എന്തൊക്കെ ടൈപ്പ് ഓഫ് ടെക്നോളജി ആയിരിക്കും വരിക, എന്തായിരിക്കും അതിൻ്റെ എക്കണോമിക് കണ്ടീഷൻസ് എന്നൊക്കെ പഠിച്ച് ആ രീതിയിലായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? പ്ലാനിങ്ങിൻ്റെ അസംഷൻസ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. പ്ലാനിങ് പ്രെമിസസ് എപ്പോഴും ഇന്റേണലോ എക്സ്റ്റേണലോ ആവാം. നമുക്കതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റണമെന്നില്ല. ബിക്കോസ് ഇറ്റ് ഈസ് കൺട്രോളബിൾ ആൻഡ് നോൺ കൺട്രോളബിൾ. സോ ഫസ്റ്റ് നമ്മൾ ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യുന്നു, ദെൻ പലതരത്തിലുള്ള അസംഷൻസ്, ഡെവലപ്പിംഗ് ഡിഫറെന്റ് പ്ലാനിംഗ് പ്രെമിസസ്. തേർഡ് പോയിന്റ് ആണ് ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള കോഴ്സ് ഓഫ് ആക്ഷൻസ് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ് ഒരു പ്ലാനിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യാതെ ഡിഫറെന്റ് ആയിട്ടുള്ള അസംഷൻസ് വെച്ചിട്ട് പലതരത്തിലുള്ള ഓൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻസ് കണ്ടെത്തുക എന്നുള്ളത്. ബിക്കോസ് അതിൽ കുറേ കോൺസിക്വൻസസ് ഫ്യൂച്ചറിൽ ഉണ്ടാവാം. സോ അത് അസസ് ചെയ്ത് എന്തൊക്കെയാണ് പൊട്ടൻഷ്യൽ ആയിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ അസസ് ചെയ്ത് അതിനനുസരിച്ച് വേണം എന്ത് ചെയ്യാനായിട്ട്? പ്രോപ്പറായിട്ട് ചെയിൻ ഫിക്സ് ചെയ്ത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻസ് കണ്ടുപിടിച്ച് വയ്ക്കാൻ. അത് മാത്രമല്ല, ഇവാലുവേറ്റിംഗ് ഓൾട്ടർനേറ്റീവ് കോഴ്സസ്. നെക്സ്റ്റ് സ്റ്റെപ്പ്, നമ്മൾ കണ്ടെത്തിയിട്ടുള്ള ഇപ്പോൾ 10 ഓൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻസ് ആണ് കണ്ടെത്തിയിട്ടുള്ളതെങ്കിൽ അത് പ്രോപ്പറായിട്ട് ഇവാലുവേറ്റ് ചെയ്യുക. എങ്ങനെയൊക്കെയാണ് ഇതിന് ഓരോന്നും കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് ഇതിൻ്റെ ഡിഫക്റ്റുകളെന്ന് പഠിക്കുക. അങ്ങനെ ഓരോന്നിൻ്റെ കോസ്റ്റും റിസ്ക്കും ബെനഫിറ്റും ആഫ്റ്റർ എഫക്റ്റും ഒക്കെ ഇവാലുവേറ്റ് ചെയ്ത് പഠിക്കുന്നു. അങ്ങനെ പഠിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ? കറക്റ്റ് ആയിട്ടുള്ള കോഴ്സ് ഓഫ് ആക്ഷൻ ഫിക്സ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. സോ നമ്മൾ ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യുന്നത് പോലെ തന്നെ അസംഷൻസ് കണ്ടെത്തുന്ന പോലെ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻസ് കണ്ടെത്തിയതുപോലെ ഈ ഓരോ ഓൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻസും പ്രോപ്പറായിട്ട് ഇവാലുവേറ്റ് ചെയ്യപ്പെടണം. സോ അതാണ് ഫോർത്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഇവാലുവേറ്റിംഗ് ഓൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻസ്. നെക്സ്റ്റ് സ്റ്റെപ്പാണ് സെലക്ടിങ് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് എന്നുള്ളത്. അതായത് നമ്മൾ ഒരുപാട് ഇപ്പോൾ 10 ഫോർ എക്സാമ്പിൾ ഞാൻ മെൻഷൻ ചെയ്തതുപോലെ തന്നെ 10 ഓൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻസ് നമ്മൾ മെഷർ ചെയ്ത് വെച്ചു. അതിനെ പഠിച്ചുകൊണ്ട് തന്നെ നമ്മൾ ഓരോ അഡ്വാൻറ്റേജസും ലിമിറ്റേഷൻസും പഠിച്ചിട്ട് അതിൽ നിന്നും ബെസ്റ്റ് ആയിട്ടുള്ള പ്ലാൻ, ബെസ്റ്റ് ആയിട്ടുള്ള ഓൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരെണ്ണം സെലക്ട് ചെയ്യുന്നു. അത് വെച്ചിട്ടാണ് പ്രോപ്പർ ആയിട്ടുള്ള പ്ലാനിങ് പ്രോസസ്സ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്ത് തുടങ്ങുന്നത്. പ്ലാനിങ്ങിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോസസ്സും ഇതാണ്. നമ്മൾ കണ്ടെത്തിയ ഓപ്ഷൻസുകളിൽ ഏറ്റവും നല്ല ഓപ്ഷൻ ഏതാണ്, ഫൈൻഡിങ് ഔട്ട് ദി ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് എന്നുള്ളത് കണ്ടെത്തുക എന്നുള്ളത്. നെക്സ്റ്റ് സ്റ്റെപ്പാണ് ആ പ്ലാൻ ഇംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ളത്. ഇംപ്ലിമെന്റേഷൻ ഓഫ് പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നമ്മൾ കണ്ടെത്തിയിട്ടുള്ള പ്ലാന് ആക്ഷനിലേക്ക് കൊണ്ടുവരിക. പുട്ടിംഗ് പ്ലാൻസ് ഇൻ ടു ആക്ഷൻ. സോ അതുവഴി നമുക്ക് ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാനായിട്ട് ഒരു ബിസിനസ്സിന് സാധിക്കത്തുള്ളൂ. സോ പ്രോപ്പർ ആയിട്ടുള്ള ഇംപ്ലിമെന്റേഷൻ ലീഡ്സ് ടു സക്സസ് ഓഫ് എ പ്ലാൻ. പ്രോപ്പർ ആയിട്ടുള്ള ഇംപ്ലിമെന്റേഷൻ എപ്പോഴും സക്സസിലേക്ക് ലീഡ് ചെയ്യും. സോ ഇംപ്ലിമെന്റേഷൻ ഓഫ് പ്ലാൻ എന്ന് പറയുന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. സോ പ്രോപ്പർ ഇംപ്ലിമെന്റേഷൻ വിൽ ബി ലീഡ്സ് ടു ദി ഗുഡ് എഫക്റ്റ് ഓഫ് എ പ്ലാൻ. സോ നമ്മൾ ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് ചൂസ് ചെയ്തു. ആ ചൂസ് ചെയ്ത ഓൾട്ടർനേറ്റീവ് നമ്മൾ എന്ത് ചെയ്തു? പുട്ടിങ് ഇൻ ടു ആക്ഷൻ, കോഴ്സ് ഓഫ് ആക്ഷനിലേക്ക് കൊണ്ടുവന്നു. അത് പ്രോപ്പറായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യപ്പെട്ടു. നെക്സ്റ്റ് സ്റ്റെപ്പാണ് ആ ഇംപ്ലിമെന്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ആക്ഷനെ ഫോളോ അപ്പ് ചെയ്യുക എന്നുള്ളത്. ഫോളോ അപ്പ് ആക്ഷൻ. ഫോളോ അപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എന്തൊരു ആക്ടിവിറ്റി ചെയ്തു കഴിഞ്ഞാലും ഞാൻ ആ ചെയ്തത് കറക്റ്റ് ആയിരുന്നോ, കറക്റ്റ് ആയിട്ടുള്ള റിസൾട്ടിലേക്ക് അത് എത്തിയോ, പ്ലാനിങ് പ്രോപ്പർ ആയിരുന്നോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യണം എല്ലാ കാര്യത്തിലും. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു എക്സാം എഴുതി, അതിന് മാർക്ക് കിട്ടി. അപ്പോൾ എനിക്ക് 50-ൽ 45 കിട്ടി. അപ്പോൾ ഞാൻ ആ 5 മാർക്ക് എവിടെയാണ് പോയതെന്നുള്ളത് നമ്മൾ നോക്കി. നെക്സ്റ്റ് ടൈം നമുക്ക് അതിന് പകരം 50-ൽ 30 കിട്ടിയത്. സോ എനിക്കിവിടെ ഒരു വലിയ ചേഞ്ച് ഉണ്ടായി. അപ്പോൾ ഞാൻ ഫോളോ അപ്പ് ചെയ്യണം. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ പ്രീവിയസ് എക്സാം ആൻഡ് കറണ്ട് എക്സാം? എന്താണ് എനിക്ക് അവിടെ സംഭവിച്ചത്? സോ അതിനെക്കുറിച്ച് ഫോളോ അപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഫോളോ അപ്പ് ആക്ഷൻ ഇസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഫോളോ അപ്പ് ഇസ് എസെൻഷ്യൽ ടു അപ്രൈസ് ദ എഫക്റ്റീവ്നെസ് ഓഫ് പ്ലാനിങ്. ഇത് എപ്പോഴും ഷോർട്ട് കമ്മിങ്സ് ഡിറ്റക്ട് ചെയ്യുകയും റെമഡിയൽ മെഷേഴ്സ് എടുക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുകയും ചെയ്യും. സോ ദിസ് വിൽ ഓൾവേസ് ഹെൽപ്പ് ഇൻ ഡിറ്റക്ടിങ് ഷോർട്ട് കമ്മിങ്സ്. അതേപോലെ ടേക്കിംഗ് റെമഡിയൽ മെഷേഴ്സ് ഇൻ അഡ്വാൻസ്. സോ പ്ലാൻസ് പ്രോപ്പറായിട്ട് മോണിറ്റർ ചെയ്യുക എന്നുള്ളത് ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ് ഒബ്ജക്റ്റീവ്സ് മെഷർ ചെയ്യുന്നത് പോലെ തന്നെ. സോ നമ്മളിപ്പോൾ ഓടിച്ചെന്ന് പറഞ്ഞു നോക്കുകയാണെങ്കിൽ ഒബ്ജക്റ്റീവ്സ് കണ്ടെത്തുന്നു, പ്രോപ്പറായിട്ടുള്ള പ്രെമിസസ് നോക്കുന്നു, അസംഷൻസിൽ നിന്ന് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് എടുക്കുന്നു, അത് ആക്ഷനിൽ കൊണ്ടുവരുന്നു. അത് ആക്ഷനിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെ ഫോളോ അപ്പ് എടുക്കുന്നു, ഫോളോ അപ്പ് ആക്ഷൻ ചെയ്യുന്നു. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് ടൈപ്സ് ഓഫ് പ്ലാൻസ് എന്ന് പറയുന്നത്. പ്ലാൻസ് എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് ടൈപ്പുകളുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും ലെങ്ത് അനുസരിച്ചാണ്, ബേസിക്കലി ലെങ്ത്തും അതിൻ്റെ യൂസും അനുസരിച്ചാണ് ടൈപ്സ് ഓഫ് പ്ലാൻസിനെ നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ പ്ലാനിങ് മെയിനായിട്ട് രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്ന് സിംഗിൾ യൂസ് പ്ലാനും, രണ്ട് സ്റ്റാൻഡിംഗ് പ്ലാനും. രണ്ട് പ്ലാൻസും ഓപ്പറേഷണൽ പ്ലാനിങ് പ്രോസസ്സിന്റെ പാർട്ടിൽ വരുന്നതാണ്. എന്താണ് സിംഗിൾ യൂസ് പ്ലാൻ അല്ലെങ്കിൽ അഡ്ഹോക് പ്ലാൻ എന്ന് നമുക്ക് നോക്കാം. സിംഗിൾ യൂസ് പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ പോയിന്റിന് വേണ്ടി മാത്രം ഉണ്ടാക്കുന്ന പ്ലാനാണ്. അതായത് വൺ ടൈം ആണ്. അത് നമുക്ക് റിപ്പീറ്റ് ചെയ്ത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അതുകൊണ്ടാണ് ഇതിനെ എന്തെന്ന് പറയുന്നത്? അഡ്ഹോക് പ്ലാൻ എന്നും അറിയപ്പെടുന്നത്. സിംഗിൾ യൂസ് പ്ലാൻ ഈസ് ഡെവലപ്ഡ് ഫോർ വൺ ടൈം ഇവന്റിന് വേണ്ടിയിട്ട്, അങ്ങനെയുള്ള പ്രോജക്ട്സിന് വേണ്ടിയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്നതാണ് സിംഗിൾ യൂസ് പ്ലാൻ എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് നോൺ റിപ്പീറ്റേറ്റീവ് ഇൻ നേച്ചർ ആയിരിക്കും. അതേപോലെ തന്നെ അത് ഒരു തവണ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു, അതിന്റെ പർപ്പസ് അവിടെ കഴിഞ്ഞു. ഫോർ എക്സാമ്പിൾ, ഒരു പർട്ടിക്കുലർ പ്രോഗ്രാമിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു ബജറ്റ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പ്രോജക്റ്റോ സ്ട്രാറ്റജീസിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന പ്ലാനാണ് സിംഗിൾ യൂസ് പ്ലാൻ അല്ലെങ്കിൽ അഡ്ഹോക് പ്ലാൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ് ആണ് സ്റ്റാൻഡിംഗ് പ്ലാൻ എന്ന് പറയുന്നത്. സ്റ്റാൻഡിംഗ് പ്ലാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിപ്പീറ്റഡ്ലി യൂസ് ചെയ്യാൻ പറ്റുന്ന, സിമിലർ നേച്ചർ ഓഫ് ട്രാൻസാക്ഷൻസ് വരുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റുന്ന ടേംസിൽ വരുന്നതാണ് സ്റ്റാൻഡിംഗ് പ്ലാൻ. അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് യൂണിറ്റി ഓഫ് എഫേർട്സ് ഒക്കെ വരുന്ന രീതിക്കാണ് അത് മെയിൻറ്റെയിൻ ചെയ്തപ്പെട്ട് പോകുന്നത്. അതായത് എപ്പോഴും ഒരു ഗൈഡായിട്ട് അത് ആക്ട് ചെയ്യും. ഒരേപോലത്തെ സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ വി ക്യാൻ യൂസ് ദാറ്റ് സ്റ്റാൻഡിംഗ് പ്ലാൻ. അപ്പോൾ ഏതെങ്കിലും ഒബ്ജക്റ്റീവ്സ് ഫിക്സ് ചെയ്യുന്ന സമയത്ത്, എസ്പെഷ്യലി പോളിസീസും പ്രൊസീജിയേഴ്സും റൂൾസും ഒക്കെ ഫിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? സ്റ്റാൻഡിംഗ് പ്ലാൻസ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് പോയിന്റ് ആണ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. എന്താണ് ഒബ്ജക്റ്റീവ്സ്? നമ്മൾ ഒരുപാട് തവണ ഇപ്പോൾ റിപ്പീറ്റ് ചെയ്ത് പോയി കേട്ട വാക്കാണ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഒബ്ജക്റ്റീവ്സ് ആർ ഡിഫൈൻഡ് aims with which the management seeks to achieve by its operations. എവിടെയാണ് ഒരു മാനേജ്മെന്റിന്റെ ഓപ്പറേഷൻസ് സ്റ്റോപ്പ് ചെയ്യേണ്ടത്, അതാണ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്.
അതായത് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് ഗോളുകളാണ്. എന്താണ് ഒരു എഫേർട്ട് എടുത്ത് ഒരു മാനേജ്മെന്റ് അതിന്റെ ഓരോ കമ്പണൻസും യൂസ് ചെയ്ത് എന്തിലേക്കാണോ വർക്ക് ചെയ്യേണ്ടത് അതിനെയാണ് ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ ഗോൾസ് എന്ന് പറയുന്നത്. ഒബ്ജക്റ്റീവ്സ് എപ്പോഴും എന്തിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ഡെസ്റ്റിനേഷനെയോ ഓർഗനൈസേഷന്റെ ഡെസ്റ്റിനേഷനെയാണ് ഒബ്ജക്റ്റീവ്സ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവറോൾ ബിസിനസ് പ്ലാനിങ്ങിനെ ലീഡ് ചെയ്യുന്നത് തന്നെ ഈ ഒബ്ജക്റ്റീവ് ആണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ, ഒരു ഒബ്ജക്റ്റീവിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഈ വർഷം കൊണ്ട് എനിക്ക് സെയില് 5%, ഈ പർട്ടിക്കുലർ പ്രോഡക്റ്റിന്റെ സെയില് 5% കൂട്ടണം. ഇൻക്രീസിങ് ദ സെയിൽ ഓഫ് എ പ്രോഡക്റ്റ് ബൈ 5%. നെക്സ്റ്റ് പോയിന്റ് ആണ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. എന്താണ് സ്ട്രാറ്റജി? സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെസിഫിക് ആക്ഷൻ ആണ്. എന്ത് രീതിയിൽ നമുക്ക് ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റും എന്നുള്ള സ്പെസിഫിക് പ്രോഗ്രാം ഓഫ് ആക്ഷനെയാണ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. സ്ട്രാറ്റജീസ് ആർ പ്ലാൻസ് മെയ്ഡ് ഇൻ ദ ലൈറ്റ് ഓഫ് ദ പ്ലാൻസ് ഓഫ് ദി കോമ്പറ്റീറ്റേഴ്സ്. മെയിനായിട്ടും കോമ്പറ്റീറ്റേഴ്സ് എന്ത് സ്ട്രാറ്റജിയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള ലൈറ്റ് ആ ഒരു വേയിലായിരിക്കും, ആ ഒരു പാത്തിലായിരിക്കും നമ്മളും സ്ട്രാറ്റജീസ് ഫോർമുലേറ്റ് ചെയ്യുന്നത്. പ്രധാനമായിട്ടും പ്ലാനിൽ ഇൻക്ലൂഡ് ചെയ്യപ്പെട്ടുള്ള 3 ഡയമെൻഷൻസ് ആണ്. ലോങ് ടേം ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യുക എന്നുള്ളത്, ഡിറ്റർമൈൻ ചെയ്യുക, അതിനാവശ്യമായിട്ടുള്ള കോഴ്സ് ഓഫ് ആക്ഷൻസ് എടുക്കുക, അതിനനുസരിച്ചിട്ടുള്ള റിസോഴ്സസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോപ്പറായിട്ട് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുക. സ്ട്രാറ്റജീസ് ആർ സിംഗിൾ യൂസ്ഡ് പ്ലാൻസ് ബിക്കോസ് ഓരോ സമയത്തും മാർക്കറ്റ് കണ്ടീഷൻ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞല്ലോ എന്താണ് സിംഗിൾ യൂസ് പ്ലാൻ എന്നും സ്റ്റാൻഡിംഗ് പ്ലാൻ എന്നും. സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സിംഗിൾ യൂസ് പ്ലാൻ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. സോ മാർക്കറ്റ് കണ്ടീഷൻ അനുസരിച്ച് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. സോ ദാറ്റ് ഈസ് കോൾഡ് സ്ട്രാറ്റജി. Strategy is a specific program of action for accomplishment of an organizational goal. What is policy? Policy എന്താ? പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറൽ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണ് പോളിസി. അത് ഗൈഡ് ലൈൻസ് ആയിട്ട് ആക്ട് ചെയ്യും. എങ്ങനെയാണ് ഡിസിഷൻസ് എടുക്കേണ്ടത്, ഓരോ മാനേജേഴ്സിനെയും ഹെൽപ്പ് ചെയ്യാനായിട്ടുള്ള ഗൈഡ് ലൈൻസ് ആണ് പോളിസി, അല്ലെങ്കിൽ ജനറൽ സ്റ്റേറ്റ്മെന്റിനെയാണ് പോളിസി എന്ന് പറയുന്നത്. പോളിസി എപ്പോഴും മെമ്പേഴ്സിന് പറഞ്ഞു കൊടുക്കും എന്ത്, ഹൗ ടു ഡീൽ വിത്ത് എ പർട്ടിക്കുലർ സിറ്റുവേഷൻ, എങ്ങനെയാണ് ഒരു സിറ്റുവേഷനിൽ ആക്ട് ചെയ്യേണ്ടതെന്നുള്ളത് കറക്റ്റായിട്ട് പോളിസി പറഞ്ഞു കൊടുക്കും. എല്ലാ എക്സിക്യൂട്ടീവ്സും കറക്റ്റായിട്ട് ഈ പോളിസി ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ച് ആയിരിക്കണം വർക്ക് ചെയ്യേണ്ടത്. അത് വയലേറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് ഒബ്ജക്റ്റീവ്സിലേക്ക് അച്ചീവ് ചെയ്യാനോ യൂണിറ്റി ഓഫ് ഡയറക്ഷൻസ് ഉണ്ടാവാനോ അവിടെ സാധിക്കത്തില്ല. സോ എന്റർപ്രൈസ് എപ്പോഴും കൃത്യമായിട്ടുള്ള പോളിസീസ് അഡാപ്റ്റ് ചെയ്ത് ആയിരിക്കണം ചെയ്യേണ്ടത്. എസ്പെഷ്യലി ലോക്കൽ പീപ്പിളിനൊക്കെ എംപ്ലോയ് ചെയ്യുന്ന സമയത്ത് പ്രൊമോഷൻ എപ്പോഴും മെറിറ്റ് ബേസ്ഡ് ആയിരിക്കണം കൊടുക്കേണ്ടത്. ഇതൊക്കെ ഇതിന്റെ എക്സാമ്പിൾസ് ആണ്. ഇറ്റ് മേ ഹാവ് എ പോളിസി നോട്ട് എംപ്ലോയി എനി പീപ്പിൾ ഓവർ 60 years ഓഫ് ഏജ്. ഇതൊക്കെ പോളിസിയുടെ ഭാഗമായിട്ട് വരുന്ന എക്സാമ്പിൾസ് ആണ്. ഇപ്പം എന്റർപ്രൈസ് ലോക്കൽ പീപ്പിളിനെ ജോലിക്ക് എടുക്കണം, പ്രൊമോഷൻ മെറിറ്റിനനുസരിച്ച് ഇത് മാത്രം കൊടുക്കണം. നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ എന്തൊക്കെ ആയിരിക്കും ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന പോളിസികൾ എന്നുള്ളത് നിങ്ങൾക്കറിയാം. ഇപ്പം നിങ്ങളൊരു സ്കൂളിൽ പഠിക്കുമ്പോൾ ആ സ്കൂളിൻ്റെതായിട്ടുള്ള പോളിസീസ് ഉണ്ടായിരിക്കും. വെനസ്ഡേയ്സിൽ ചിലപ്പോൾ നിങ്ങൾക്ക് കളർ ഡ്രസ് ആയിരിക്കും, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് യൂണിഫോം ആയിരിക്കും, അല്ലെങ്കിൽ യു ഹാവ് ടു മെയിൻറ്റെയിൻ എ പർട്ടിക്കുലർ യൂണിഫോം ഹെയർ സ്റ്റൈൽ, അല്ലെങ്കിൽ എങ്ങനെ വേണം യൂണിഫോം മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതിലൊരു പോളിസി ഉണ്ടായിരിക്കണം. നിങ്ങളുടെ ബിഹേവിയറൽ പാറ്റേൺസ്, നിങ്ങളുടെ അസംബ്ലി, നിങ്ങളുടെ എക്സാംസ്, നിങ്ങളുടെ മാർക്ക് ഇടുന്നതിനൊക്കെ ഒരു പാറ്റേൺ ഉണ്ടായിരിക്കും. സോ അത് ഈ പോളിസി എന്ന് പറയുന്നത് എല്ലാ ഓർഗനൈസേഷനിലായിട്ട് വർക്ക് ചെയ്യുന്ന, എല്ലാ ഗ്രൂപ്പായിട്ട് വർക്ക് ചെയ്യുന്ന എല്ലാ ഏരിയാസിലും കാണപ്പെടുന്ന ഒരു ടേം ആണ് പോളിസി. നെക്സ്റ്റ് പോയിന്റ് ആണ് പ്രൊസീജിയർ എന്ന് പറയുന്നത്. പ്രൊസീജിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു ഗൈഡാണ്. പ്രൊസീജിയർ ഈസ് ഗൈഡ് ടു ആക്ഷൻ. എങ്ങനെയാണ് ഒരു കാര്യം ചെയ്യേണ്ടത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മളൊരു മെഡിക്കൽ കേസിലൊക്കെ ആണെങ്കിൽ പ്രൊസീജിയർ എന്നാ പറയുന്നത്. നമ്മളൊരു ഓപ്പറേഷൻ ചെയ്യുന്നതിന് അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റി ചെയ്യുന്ന പ്രൊസീജിയർ ആയോ, പ്രൊസീജിയർ നടന്നുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ, നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. പ്രൊസീജിയർ ഈസ് ഗൈഡ് ടു ആക്ഷൻ. They tell how a particular action is to be carried out. എങ്ങനെയാണ് ഒരു പർട്ടിക്കുലർ ആക്ഷൻ ക്യാരിഡ് ഔട്ട് ചെയ്യേണ്ടത്. പ്രൊസീജിയറിനകത്താണ് എന്തൊക്കെയാണ്
ഏതൊക്കെ ടൈപ്പ് സ്റ്റെപ്സ് ആണ് ഇൻവോൾവ് ആയിട്ടുള്ളത്, എന്തൊക്കെയാണ് അവിടെ അക്കംപ്ലിഷ് ചെയ്യപ്പെടേണ്ടത്. സ്പെസിഫിക് ആയിട്ടൊരു പ്രോജക്റ്റിലാണെങ്കിൽ എന്തൊക്കെ സ്റ്റെപ്പ്, നമ്മൾ പ്ലാനിങ്ങിൽ തന്നെ സ്റ്റെപ്സ് പഠിച്ചല്ലോ, അത് ഫോളോ ചെയ്യുന്ന രീതിനെ, അതിന്റെ ഗൈഡിനെയാണ് പ്രൊസീജിയർ എന്ന് പറയുന്നത്. പ്രൊസീജിയർ ഈസ് എ സീരീസ് ഓഫ് സ്റ്റെപ്സ് ദാറ്റ് എസ്റ്റാബ്ലിഷ്ഡ് ടു അക്കംപ്ലിഷ് എ സ്പെസിഫിക് പ്രോജക്റ്റ്. ഇത് എക്സാക്റ്റ് ആയിട്ട് ഏതൊക്കെ പോളിസീസ് ആണ് അവിടെ ഇംപ്ലിമെന്റ് ചെയ്യപ്പെടേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കും. ഫോർ എക്സാമ്പിൾ ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത് പർച്ചേസ് പ്രൊസീജിയർ, റിക്രൂട്ട്മെന്റിന്റെ പ്രൊസീജിയർ ഒക്കെ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ ഓൾറെഡി നമ്മൾ ഇപ്പോൾ പോളിസി എന്താണെന്ന് നോക്കി, പ്രൊസീജിയർ എന്താണെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നതാണ് മെത്തേഡ് എന്ന് പറയുന്നത്. മെത്തേഡ്സ് എന്ന് പറയുന്നത് ഡീറ്റെയിൽഡ് ആയിട്ട് ഉള്ള ഗൈഡ് ലൈൻസിനെയാണ് മെത്തേഡ്സ് എന്ന് പറയുന്നത്. മെത്തേഡ്സ് പ്രൊവൈഡ് ഡീറ്റെയിൽഡ് ആൻഡ് സ്പെസിഫിക് ഗൈഡ് ലൈൻസ് ഫോർ ഡേ ടു ഡേ ആക്ഷൻ. എന്നും ചെയ്യേണ്ട ഒരു കാര്യം, എങ്ങനെയാണ് ഇത് പ്രോപ്പറായിട്ട് ചെയ്യേണ്ടതെന്നുള്ളൊരു ബെസ്റ്റ് മെത്തേഡ് ഓഫ് ഡൂയിങ് ടാസ്ക് എന്നല്ലേ നമ്മൾ പറയാറ്. അത് തന്നെ അവിടെ ഉദ്ദേശിക്കുന്നത്. ഒരു പ്രോപ്പറായിട്ടുള്ള സ്റ്റാൻഡിങ് പ്ലാൻ. എന്താ സ്റ്റാൻഡിങ് പ്ലാൻ? ആലോചിച്ച് നോക്കിയേ. റിപ്പീറ്റഡ് ആയിട്ടുള്ള നേച്ചറിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പ്ലാനിനെയാണ് സ്റ്റാൻഡിങ് പ്ലാൻസ് എന്ന് പറയുന്നത്. സോ ഏറ്റവും സ്റ്റാൻഡിങ് പ്ലാനിന്റെ ഒരു എക്സാമ്പിൾ ആണ് മെത്തേഡ്. ഇറ്റ് എക്സ്പ്ലെയിൻസ് ഈച്ച് സ്റ്റെപ്പ് ഇൻ ദ പ്രൊസീജിയേഴ്സ് ഇസ് ടു ബി ക്യാരിഡ് ഔട്ട്. എങ്ങനെയാണ് ഓരോന്നും ചെയ്യേണ്ടത്, അതിന്റെ ബെസ്റ്റ് വേ എന്താണ് ടു ക്യാരി ഔട്ട് എ പർട്ടിക്കുലർ ടാസ്ക്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്ന എന്താ, മെത്തേഡ്സ് ഓഫ് വേജ് പേയ്മെന്റ്സ്. ഏത് തരത്തിലുള്ള വേജ് പേയ്മെന്റ് ആണ് ഇവിടെ ഫോളോ ചെയ്യേണ്ടത്? പീസ് റേറ്റ് ആണോ, ടൈം റേറ്റ് ആണോ ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. സോ ദാറ്റ് ഈസ് മെത്തേഡ്. മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്പെസിഫിക് ഗൈഡ് ലൈൻസ് ആണ്. എങ്ങനെയാണ് ഡേ ടു ഡേ ആക്ഷൻ ബിഹേവ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഈച്ച് സ്റ്റെപ്പ് ഇസ് ടു ബി ഫോളോഡ് ഔട്ട്, ക്യാരിഡ് ഔട്ട്. ഡീറ്റെയിൽഡ് വേ ആണ്, ബെസ്റ്റ് വേ ടു ക്യാരി ഔട്ട് എ പർട്ടിക്കുലർ ടാസ്ക്. ദാറ്റ് ഈസ് കോൾഡ് method. Method is a standing plan. നെക്സ്റ്റ് പോയിന്റ് ആണ് റൂൾസ്. നമ്മൾ ഓൾറെഡി കേട്ടിട്ടുള്ള, നിങ്ങൾക്ക് ഒരുപാട് അറിയാവുന്ന പോയിന്റ് ആണ് റൂൾസ് എന്ന് പറയുന്നത്. പ്രിസ്ക്രൈബ്ഡ് ഗൈഡ് ലൈൻസ് ടു കണ്ടക്ടിങ് ആൻ ആക്ഷൻ. ഒരു കാര്യം ചെയ്യുമ്പോൾ അവിടെ ഫോളോ ചെയ്യേണ്ട നിയമത്തിനാണ് റൂൾ എന്ന് പറയുന്നത്. എന്ത് ചെയ്യണം, എന്ത് ചെയ്യണ്ട, വാട്ട് ഈസ് ടു ബി ഡൺ, വാട്ട് ഡസ് നോട്ട് ടു ബി ഡൺ ഫോർ എ ഗിവൺ സിറ്റുവേഷൻ. ഫോർ എക്സാമ്പിൾ, ഒരു ഹോസ്പിറ്റലിലാണെങ്കിൽ നമ്മൾ സൈലന്റ് ആയിട്ടിരിക്കുക എന്നുള്ളത് അവിടുത്തെ റൂളാണ്. അത് മസ്റ്റ് ബി ഫോളോഡ്. റൂൾ എന്ന് പറയുന്നത് എപ്പോഴും റിജിഡ് ആയിരിക്കും, ഫിക്സ്ഡ് ആയിരിക്കും, ഡെഫിനിറ്റ് ആയിരിക്കും. നമ്മൾ ഒരിക്കലും അതിനവിടെ സ്കോപ്പ് കാണരുത്, അത് ബ്രേക്ക് ചെയ്യാൻ ഒരു സ്കോപ്പ് അവിടെ കാണരുത്. അതിൽ നിന്ന് നമുക്ക് ഡീവിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. എപ്പോഴും റൂൾ എന്ന് പറയുന്നത് റിജിഡ് ആയിരിക്കും, ഡെഫിനിറ്റ് ആയിരിക്കും. ഓഫ് കോഴ്സ് ദേ ഫെസിലിറ്റേറ്റ് ഡിസിപ്ലിൻ, യൂണിഫോമിറ്റി ഇൻ ആക്ഷൻ. എപ്പോഴും ഓർഗനൈസേഷൻ അത് ഫോളോ ചെയ്തിരിക്കണം. ഫോർ എക്സാമ്പിൾ, സ്മോക്കിംഗ് പാടില്ല എന്ന് പറയുന്നത് റൂൾസ് ആണ്. പെർമിഷൻ ഇല്ലാതെ ഇത് റൂമിൽ എൻ്റർ ചെയ്യരുത് എന്ന് പറയുന്നത് റൂളാണ്. എംപ്ലോയീസ് എപ്പോഴും 10 മണിക്ക് റിപ്പോർട്ട് ചെയ്യണം, അല്ലെങ്കിൽ 9 to 5 കമ്പൽസറി ആയിട്ട് ഓഫീസിൽ ഉണ്ടായിരിക്കണം എന്ന് പറയുന്നത് റൂളാണ്. സോ റൂൾസ് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ് ടേം. നെക്സ്റ്റ് പോയിന്റ് ആണ് പ്രോഗ്രാം എന്ന് പറയുന്നത്. പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ടിവിറ്റീസ് ആണ്. ഒരു ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാനുള്ള ആക്ടിവിറ്റീസിനെയാണ് പ്രോഗ്രാം എന്ന് പറയുന്നത്. പ്രോഗ്രാം ഇൻക്ലൂഡ് ഓൾ ദ ആക്ടിവിറ്റീസ് ഫോർ അച്ചീവിങ് എ ഗിവൺ ഒബ്ജക്റ്റീവ്. പ്രോഗ്രാംസിനകത്ത് പോളിസീൻ്റെ കോമ്പിനേഷൻസ് ഉണ്ടാവും, പ്രൊസീജിയേഴ്സിൻ്റെ കോമ്പിനേഷൻ ഉണ്ടാവും, റൂൾസിൻ്റെ കോമ്പിനേഷൻ ഉണ്ടാവും. ഇങ്ങനെയുള്ള കോമ്പിനേഷൻസിനെയാണ് പ്രോഗ്രാംസ് എന്ന് പറയുന്നത്. അതൊരു പ്ലൂറൽ ടേം ആണ്. ആക്ഷൻ ആണ്, റിസൾട്ട് ഓറിയന്റഡ് ആയിട്ടുള്ള ആക്ഷനെയാണ് പ്രോഗ്രാം എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പം 1000 മൊബൈൽ ഫോൺസ് ജൂലൈ 2015 മാനുഫാക്ചർ ചെയ്യുക, പുതിയ പ്രോഡക്റ്റ് മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുക, 10 ബ്രാഞ്ചസ് ഓപ്പൺ ചെയ്യുക പല കൺട്രീസിൽ. ഇതൊക്കെ ഒരു ഗ്രൂപ്പ് ഓഫ് ആക്ടിവിറ്റീസ് ആണ്. ഇതിനെയാണ് പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലാസ്റ്റ് ടേം ആണ് ബജറ്റ് എന്ന് പറയുന്നത്. ബജറ്റ് എന്താ നിങ്ങൾക്കറിയാലോ, ഒരു പ്രീ ഡിറ്റർമൈൻഡ് പ്ലാൻ ആണ് അല്ലേ. ഒരു ഡെഫിനിഷൻ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. കൂൺസ് ആൻഡ് ഓഡേണലിന്റെ ബജറ്റ് ഈസ് എ പ്ലാൻ ആസ് എ സ്റ്റേറ്റ്മെന്റ് ഓഫ് എക്സ്പെക്ടഡ് റിസൾട്ട്സ് എക്സ്പ്രസ്ഡ് ഇൻ ന്യൂമറിക്കൽ ടേംസ്. ബജറ്റ് എന്ന് പറയുന്നത്
ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടൂളാണ്. പ്ലാനിങ്ങിലും കൺട്രോളിങ്ങിലും ഒക്കെ യൂസ് ചെയ്യുന്ന ടൂളാണ്. ബജറ്റിനകത്ത് നമ്മൾ നമ്പേഴ്സിൽ മെൻഷൻ ചെയ്ത് വെക്കും എന്തൊക്കെ തരത്തിലുള്ള റിസൾട്ടുകളാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഫ്യൂച്ചറിൽ എന്ന് പറയുന്നത്. അതായത് ഇറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ന്യൂമറിക്കൽ ടേംസ് സച്ച് ആസ് റുപ്പീസ്, പ്രോഡക്റ്റ് യൂണിറ്റ്സ് ആൻഡ് മാൻ പവേഴ്സ് എക്സെട്ര. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടൂളായിട്ട് ആക്ട് ചെയ്യുന്നു. ബജറ്റ്സിന്റെ എക്സാമ്പിൾസ് എന്ന് പറയുമ്പോൾ നമുക്ക് ക്യാഷ് ബജറ്റ്സ്, പ്രൊഡക്ഷൻ ബജറ്റ്, സെയിൽസ് ബജറ്റ്, മാസ്റ്റർ ബജറ്റ്, ഇങ്ങനെ തരത്തിലുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ബജറ്റ്സ് ബിസിനസ്സിൽ വന്നിട്ടുണ്ട്. സോ ഇത്രയും ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേംസ് ആണ് പ്രോഗ്രാംസ്, ബജറ്റ്, റൂൾസ് അല്ലെ, പ്രൊസീജിയേഴ്സ് ഒക്കെ നമ്മൾ നോക്കി. ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേംസ് ആണ് പ്ലാനിങ്ങിൽ ഇൻവോൾവ് ആയിട്ട് ഉള്ളത്.